ചാച്ചിയുടെ പറച്ചിൽ കേട്ടാൽ ഇത് കേരളത്തിലെ ജനങ്ങൾ ആദ്യമായിട്ട് കേട്ട് ഞെട്ടുമെന്ന. അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം അറിയാം ആരൊക്കെ തമ്മിലാണ് ഇവിടെ ഡീലെന്ന്. അത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ സ്പഷ്ടമാണ്. 35 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞ എന്തിനാണ്? ചിലരെയൊക്കെ ഭയപ്പെടുത്തി വോട്ടെല്ലാം കൂടെ കേന്ദ്രീകരിക്കാൻ ഒരു ഭാഗത്തേക്ക്. പിന്നെ നമ്മുടെ തിരുത എന്തോ അവിടെ എടുക്കുന്ന പണി. അതോടൊപ്പം കൃഷ്ണൻകുട്ടിച്ചേട്ടൻ്റെ പാർട്ടി, ദേവഗൗഡയുടെ പാർട്ടി, കുമാരസ്വാമിയൊക്കെ അപ്പുറത്ത് തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പം പാലം പണിക്കാർ ഒത്തിരി ഉണ്ട്. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, ചേട്ടന്മാരും ഒക്കെ പാലം പണിയാണ് നടക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ രാജാവ് പോയി ഓരോരുത്തരെ വീട്ടിലൊക്കെ പോയി കാണുന്നുണ്ട്. അതല്ലേ അവർ വന്ന് തള്ളുന്നത്. എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ടടി, പക്ഷെ ഞങ്ങൾ തൊടത്തില്ല. ഞങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നേരിട്ട് ഭരിക്കാൻ അതേപോലെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ പൊട്ടനണികൾ, ഈ അന്തം കമ്മികൾ കിടന്ന് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്ന് തൂറി മെഴുകും. അത് ആ പാവങ്ങളുടെ ജോലിയാണ് എടുക്കുന്നത്. നാളെ തിരിച്ചു പറഞ്ഞാൽ തിരിച്ചു മെഴുകും, അവരുടെ ക്യാപ്സൂൾ കിട്ടുന്നതനുസരിച്ച്. പക്ഷെ നേതാക്കൾ തമ്മിൽ ഊഷ്മളമല്ല, ദൃഢതരമാണ് അവരുടെ ബന്ധം. വഴക്കം വെക്കാണോ ഇല്ലാതിരിക്കട്ടെ.